ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കാലാസാർ, ബ്രഹ്മോസ്, കിറു ഹൈഡൽ പ്രൊജക്ട്, ഇന്റർപോൾ നോട്ടീസസ്, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്, റൈറ്റ് ഓഫ് ആശ വർക്കേഴ്സ്, CBSE ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പ്ലാൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് അവധീവ്ക. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലാസാറിനെ കുറിച്ചാണ്. ഈ കാലാസാർ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് 2023 ഈ കാലാസാർ ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ വർഷവും ഒരു ടാർഗറ്റ് വെക്കാറുണ്ട് ഈ ഡിസീസ് കുറച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിനകത്ത് 2023 നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 10,000 പോപ്പുലേഷനകത്ത് ലെസ് ദാൻ 1 കേസ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാർഗറ്റ് നമുക്ക് 2023 കാലാസാർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഡാറ്റ ഇപ്പോൾ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം അവരുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കാലാസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മലേറിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള പാരസൈറ്റിക് ഡിസീസ് ആയിട്ട് കണക്കാക്കുന്നത് കാലാസാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ കാലാസാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. വെസക്രൽ ലേഷ്യാമാനിയാസിസ് ഓർ ബ്ലാക്ക് ഫീവർ അല്ലെങ്കിൽ ഡുംദും ഫീവർ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് ഈ കാലാസാർ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഈ പറയുന്ന ലേഷ്മനാസിസിനെ 3 തരത്തിലുള്ളത് കാണാൻ പറ്റും. ഒന്ന് വെസ്ക്രൽ ലേഷ്മനാസിസ്, മറ്റൊന്ന് കുട്ടാനിയോസ് ലേഷ്മനാസിസ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മ്യൂക്കോ കട്ടാനിയസ് ലേഷ്മനാസിസ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള ലേഷ്മനാസിസ് കാണാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തത് മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിക്കുന്ന ഒന്നാണ്. അതിനകത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഏറ്റവും അപകടകാരിയായിട്ടുള്ള ലേഷ്മനാസിസ് ആണിത്. രണ്ടാമത്തത് സ്കിൻ സോഴ്സിനെയും ഒക്കെ ബാധിക്കുന്ന, പ്രധാനമായിട്ടും സ്കിന്നിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ലേഷ്മനാസിസും അതാണ്. മൂന്നാമത്തതും സ്കിന്നിനെയും അതുപോലെ തന്നെ മിക്കോസൽ ലീഷ്യൻസിനെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലേഷ്മനാസിസ് ആണ് ഈ കാലാസാർ എന്ന് മനസ്സിലാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസാണിത്. ഇത് പ്രോട്ടോസോവ പാരസൈറ്റ് എന്ന് പറയുന്ന പാരസൈറ്റ് കാരണമാണ് ഇത് പകരുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതാണ് ഇതിനുള്ള ഈ ഡിസീസിനുള്ള കാരണമെന്ന് മനസ്സിലാക്കുക. ഇത് പ്രധാനമായിട്ടും ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നീ പ്രദേശങ്ങളിലുള്ളവരെയാണ് ബാധിക്കാറുള്ളത്. ഇത് കൃത്യമായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ആളുകളുടെ മരണത്തിന് വരെ കാരണമാകുന്ന ഒന്നാണ് ഈ കാലാസാർ എന്ന് മനസ്സിലാക്കുക. WHO കണക്കുകൾ അനുസരിച്ച് രണ്ടാമത്തെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള പാരസൈറ്റിക് ഡിസീസാണ് ഈ കാലാസാർ എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ആളുകൾക്ക് സ്പ്രെഡ് ആവാറുള്ളത് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഫ്ലിബോട്ടോമൈൻ സാൻഡ് ഫ്ലൈ എന്ന് പറയുന്നൊരു സാൻഡ് ഫ്ലൈ ഉണ്ട്. അത് കടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ബൈറ്റിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിൽ കാലാസാറിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാലാസാറിൻ്റെ ഏകദേശം 11.5% ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാലാസാർ ഡിസീസിൻ്റെ ഒരു 90% ബീഹാർ, ജാർഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബ്രഹ്മോസ് മിസൈൽസിനെ കുറിച്ചാണ്. ഈ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഒരു 200 ബ്രഹ്മോസ് മിസൈൽസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അപ്രൂവൽ കൊടുത്തതായിട്ടുള്ളൊരു വാർത്ത. ഏകദേശം 19,000 കോടി രൂപയുടെ ഒരു ഓർഡറാണ്. ഇത് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5 അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് മീഡിയം റേഞ്ച് 2 സ്റ്റേജ് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്രൂയിസ് മിസൈലാണെന്ന് മനസ്സിലാക്കുക. 2, ഇത് സൂപ്പർസോണിക് ആണ്. അതായത് നോർമലി ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്നത് കൂടുതലും സബ്സോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്നതായിരിക്കും. സബ്സോണിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്, അതായത് ശബ്ദത്തിന്റെ വേഗതയെക്കാട്ടിലും കുറഞ്ഞ വേഗതയിലാണ് സാധാരണഗതിയിൽ ക്രൂയിസ് മിസൈലുകൾ സഞ്ചരിക്കാറുള്ളത്. അതിന് ചില ടെക്നിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇപ്പോൾ US ഒക്കെ യൂസ് ചെയ്യുന്ന ടോം ഹോക്ക് മിസൈൽ ആണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യയുടെയൊക്കെ തന്നെ കയ്യിലുള്ള നിർഭയ് പോലുള്ള മിസൈലുകളൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ ലോകത്തിൽ വളരെ അപൂർവം ചില ക്രൂയിസ് മിസൈലുകൾക്ക് മാത്രമേ സൂപ്പർസോണിക് സ്പീഡ് കേപ്പബിലിറ്റി ഉള്ളൂ.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടം വരെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലും ബ്രഹ്മോസ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഹൈപ്പർസോണിക് സ്പീഡിലുള്ള ക്രൂയിസ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തതോട് കൂടിയിട്ട് ഇതിൻ്റെ ആ ഒരു സ്പീഡ് റെക്കോർഡ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണത്. ഇനി ഇതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇതൊരു മീഡിയം റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. അപ്പോൾ റേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിസൈലിനെ എത്ര ദൂരത്തുള്ള ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. ഇതിൻ്റെ ബ്രഹ്മോസിൻ്റെ ഇനീഷ്യലി ബ്രഹ്മോസ് മിസൈൽസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 290 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ പിന്നീട് 2016 ഇന്ത്യക്ക് MTCR അംഗത്വം കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിനകത്ത് അംഗത്വം കിട്ടിയതിന് ശേഷം നമ്മൾ ബ്രഹ്മോസിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് റേഞ്ച് വേരിയന്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് റേഞ്ച് വേരിയന്റിന് ഏകദേശം 450 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേവിക്ക് വേണ്ടി പ്രൊക്യൂർ ചെയ്യാൻ പോകുന്ന മിസൈൽസ് ഈ 2 തരത്തിലുള്ള മിസൈൽസും പ്രൊക്യൂർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ഇതൊരു 2 സ്റ്റേജ് മിസൈലാണ്. അതായത് ഈ മിസൈൽ ഒരു 2 സ്റ്റേജസിലാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഈ ബ്രഹ്മോസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു ജോയിന്റ് വെഞ്ചറായിട്ടാണ് ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ NPO മാഷ്നോസ്ട്രോവിയാന എന്ന് പറയുന്ന അവരുടെ ഒരു ഡിഫൻസ് എക്യുപ്മെന്റ് കമ്പനിയും കൂടി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയും കൂടി ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ഈ ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രഹ്മോസ് എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന, ഇപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തിരുവനന്തപുരത്ത് ശംഖുമുഖൊക്കെ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബ്രഹ്മോസ് എയറോനോട്ടിക്കലിൻ്റെ ഓഫീസൊക്കെ കാണാൻ പറ്റും. സോ ബ്രഹ്മോസ് എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തിട്ട് ആ കമ്പനിയാണ് ഈ ബ്രഹ്മോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ബ്രഹ്മോസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഴ്സാറ്റൈൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറൻറ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിസൈലും കൂടിയാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മോസിന് നോർമലി ഇതൊരു ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. അതായത് ലാൻഡിലുള്ള ടാർഗറ്റുകളെ ആക്രമിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രൂയിസ് മിസൈലാണ്. പക്ഷേ ഇതിനൊരു ആൻറ്റി ഷിപ്പ് വേരിയന്റ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഷിപ്പുകൾക്കെതിരായിട്ട് ആക്രമണം നടത്താൻ, ഷിപ്പുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേരിയന്റും ബ്രഹ്മോസിനുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ ഈ ബ്രഹ്മോസിനെ നമുക്ക് ഷിപ്പുകളിൽ നിന്നും സബ്മറീൻസിൽ നിന്നും ഈ സുഖോയ് 30 ഒക്കെ പോലുള്ള എയർക്രാഫ്റ്റുകളിൽ നിന്നും, അതുകൂടാതെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെല്ലുകൾ അല്ലെങ്കിൽ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൽ നിന്നൊക്കെ ഈ ബ്രഹ്മോസിനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ലോഞ്ച് പ്ലാറ്റ്ഫോംസിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈലാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലം വരെ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഒരു സൂപ്പർ ക്രൂയിസ് മിസൈലായിരുന്നു ഈ ബ്രഹ്മോസിൻ്റെ. അവർ അച്ചീവ് ചെയ്തിട്ടുള്ളൊരു വേഗത എന്ന് പറയുന്നത് മാക് 2.8 ആണ്. അതായത് ഏകദേശം ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കിരു ഹൈഡൽ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഈ കിരു ഹൈഡൽ പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ജമ്മു ആൻഡ് കാശ്മീരിലെ പഴയ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിനെതിരായിട്ട് ഇപ്പോൾ ഒരു CBI അന്വേഷണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിനെതിരായിട്ട് CBI അന്വേഷണം വന്നേക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അദ്ദേഹം ഗവർണറായിരുന്ന സമയത്ത് കാശ്മീരിലുണ്ടായിരുന്ന ഒരു കിരു ഹൈഡൽ പ്രൊജക്റ്റ് ഉണ്ട്. അതിനകത്ത് ചില കറപ്ഷൻ റിലേറ്റഡ് സ്കാൻഡൽസ് വന്നിട്ട്, അല്ലെങ്കിൽ കറപ്ഷൻ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. ആ പേരിലാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 15ാമത്തെ പേജിൽ ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്, ഒരു ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ് ആയിട്ട് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കിരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു റൺ ഓഫ് ദി റിവർ സ്കീമാണ്. ഇത് ജമ്മു ആൻഡ് കാശ്മീരിലെ കിഷ്ത്വാർ തെഹസിലിനകത്ത്, അല്ലെങ്കിൽ ദോദ ഡിസ്ട്രിക്റ്റിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണ്. ഇതൊരു റൺ ഓഫ് ദി റിവർ പവർ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ചെനാബ് റിവറിൻ്റെയും അതുപോലെ തന്നെ ഒരു സിംഗാഡ്, അതുപോലെ തന്നെ ബേല സ്ട്രീംസ് എന്ന് പറയുന്ന 2 സ്ട്രീംസ് ഉണ്ട്. ഈ സ്ട്രീംസുമായിട്ട് ചെനാബ് റിവർ കൂടിച്ചേരുന്ന ഒരു കൺജങ്ഷനിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൺവേർജൻസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ചെനാബ് വാലി പവർ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ CVPP എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണെന്ന് മനസ്സിലാക്കുക. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനും ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും പവർ ട്രേഡിംഗ് കോർപ്പറേഷനും, ഈ 3 കമ്പനികളുടെ, അല്ലെങ്കിൽ ഈ 3 എൻറ്റിറ്റീസിൻ്റെ ഒരു ജോയിന്റ് വെഞ്ചറാണ് ചെനാബ് വാലി പവർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അവരാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റർപോൾ നോട്ടീസസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇന്റർപോൾ നോട്ടീസസിൻ്റെ പൊളിറ്റൈസേഷനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർ ഇന്റർപോൾ നോട്ടീസസ് ബീങ് പൊളിറ്റിക്കലി എക്സ്പ്ലോയിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർപോൾ നോട്ടീസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്റർപോൾ എന്ന് മനസ്സിലാക്കി. ഇന്റർപോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ലോക പോലീസ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പോലീസിങ്ങിനകത്ത് ഒരു വേൾഡ് വൈഡ് കോപ്പറേഷൻ
ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക. പോലീസിങ്ങിനകത്തും അതുപോലെ തന്നെ ക്രൈം കൺട്രോളിനകത്തും ഒരു വേൾഡ് വൈഡ് കോപ്പറേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷനാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇത് 1923 ഒരു ഇന്റർനാഷണൽ പോലീസ് ഓഫ് കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനമായിട്ട്, അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് 1923 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലുള്ള ലിയോൺ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്ത്യ 1956 ഇന്റർപോളിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇന്റർപോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർപോളിലേക്ക് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് CBI ആണെന്ന് മനസ്സിലാക്കുക. സോ ഇന്റർപോളിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇന്റർപോളിൻ്റെ പ്രസിഡന്റ് ആണ്. അത് ജനറൽ അസംബ്ലിയാണ് ഇന്റർപോളിൻ്റെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ 4 വർഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ടേന്യൂർ എന്ന് പറയുന്നത്. ഇന്റർപോളിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓവർസീൻ ചെയ്യുന്നത് ഒരു ഫുൾ ടൈം സെക്രട്ടറി ജനറൽ ഉണ്ടാവും. അദ്ദേഹത്തിനെയും ഇലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ്. 5 വർഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർപോളിൻ്റെ ഡിഫറെൻറ്റ് നോട്ടീസസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർപോളിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോട്ടീസുകളിൽ ഒന്നാണ് റെഡ് കോർണർ നോട്ടീസ് അല്ലെങ്കിൽ റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. അതൊരു വാണ്ടഡ് പേഴ്സണെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. രണ്ടാമത്തത് യെല്ലോ നോട്ടീസ് ആണ്. യെല്ലോ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്സിംഗ് പേഴ്സണിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് യെല്ലോ നോട്ടീസ്. മൂന്നാമത്തത് ബ്ലൂ നോട്ടീസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ സീക്ക് ചെയ്തുകൊണ്ടാണ് ബ്ലൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബ്ലാക്ക് നോട്ടീസ് ആണ്. ബ്ലാക്ക് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബോഡീസ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഐഡന്റിറ്റി ഇല്ലാത്ത ശവശരീരങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ബ്ലാക്ക് നോട്ടീസ്. അതുപോലെ തന്നെ ഗ്രീൻ നോട്ടീസ് എന്ന് പറഞ്ഞാൽ വാർണിംഗും അതുപോലെ തന്നെ ഇന്റലിജൻസും ആണ്. ഓറഞ്ച് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇമിനന്റ് ത്രെട്ട് ആണ്. പർപ്പിൾ നോട്ടീസ് മോഡസ് ഓപ്പറാൻഡി ആണ്. ഇതൊക്കെയാണ് ഇന്റർപോളിന്റെ ഡിഫറെന്റ് നോട്ടീസസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. സോ ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ കാസിരംഗ നാഷണൽ പാർക്കിലെ മൃഗങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ അനിമൽസിന് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എലവേറ്റഡ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് കൊടുത്തതായിട്ടുള്ള അങ്ങനെ ഒരു സാങ്ഷൻ കിട്ടിയതായിട്ടുള്ള കാര്യം ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതിനെ ഹെഡ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈൽഡ് ലൈഫിന്റെയും ഫോറസ്റ്റിന്റെയും ഡെവലപ്മെന്റിനെയും കൺസർവേഷനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതുകൂടാതെ ഈ വൈൽഡ് ലൈഫിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ്, മെഷേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുക. അപ്പോൾ ഇതൊരു അഡ്വൈസറി നേച്ചറുള്ള ഒരു ബോഡിയാണെന്നും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ കേസ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കൊടുക്കുക. എസ്പെഷ്യലി ഈ നാഷണൽ പാർക്കുകൾക്കും സാങ്ച്വറീസിൻ്റെ ഒക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കൊടുക്കുക. ഇതെല്ലാം തന്നെ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ, ഇതിൻ്റെയൊക്കെ ബൗണ്ടറീസിനകത്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ഈ പറയുന്ന നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ പെർമിഷനോട് കൂടി മാത്രമേ പറ്റുള്ളൂ. ഇനി ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്ലസ് 46 മെമ്പേഴ്സ് ആണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ 47 ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് 19 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. അത് കൂടാതെ പാർലമെന്റിൽ നിന്ന് 3 മെമ്പേഴ്സ് ഉണ്ടാവും. അതിൽ 2 പേര് ലോക്സഭയിൽ നിന്നും ഒരാൾ രാജ്യസഭയിൽ നിന്നും ആയിരിക്കും. അതുപോലെ തന്നെ 5 NGOs, 10 എമിനന്റ് എക്കോളജിസ്റ്റുകൾ, കൺസർവേഷനിസ്റ്റുകൾ, എൻവയോൺമെന്റലിസ്റ്റുകൾ എന്നിവരെല്ലാവരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് പ്ലൈറ്റ് ഓഫ് ആശാ വർക്കേഴ്സ് ആണ്. ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് സൊസൈറ്റി ഈ പറയുന്ന GS2 സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്ലൈറ്റ് ഓഫ് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആശാ വർക്കേഴ്സ് അഥവാ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഗ്രൗണ്ട് ലെവൽ, എസ്പെഷ്യലി വില്ലേജ് ഏരിയാസിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് ആണ്. ഇത് പ്രൈമറിലി സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള വർക്കേഴ്സായിട്ട് ജോലി എടുക്കുന്നത്. 2005 ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു മിത്താനിൻ പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കേഡറിനെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോഴ്സ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു അഡ്വക്കേറ്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഹെൽത്ത് കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത്, ഇത്രയും വലിയൊരു റൂറൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത്, അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ഹെൽത്ത് സർവീസിലേക്ക്, എസ്പെഷ്യലി മെറ്റേണിറ്റി സർവീസിലേക്കൊന്നും ആളുകൾക്ക് കൃത്യമായിട്ട് ആക്സസ് കിട്ടാത്തൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഹെൽത്ത് കെയർ, ഫോർമൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്കുള്ള ഒരു ബ്രിഡ്ജായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ ആശാ വർക്കേഴ്സാണ്. അപ്പോൾ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ട്രിപ്പിൾ ബേർഡൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ട്രിപ്പിൾ ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരേ സമയം ഈ അവരുടെ വീട്ടുജോലികളും കാര്യങ്ങളും ചെയ്യണം, അതുപോലെ തന്നെ ഇവരുടെ ഈ ആശാ വർക്കർ എന്നുള്ള രീതിയിലുള്ള ജോലി ചെയ്യണം, അവരവരുടെ സ്വന്തം കാര്യങ്ങളും നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 3 കാര്യങ്ങൾ അവർ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇവരെ എക്സോസ്റ്റ് ചെയ്യുന്ന, ഇവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. അതായത് ആവശ്യത്തിൽ കൂടുതൽ ബേർഡനായിട്ട് സ്ത്രീകൾക്ക് ഇത് മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഈ വില്ലേജ് ഏരിയാസിലൊക്കെ എസ്പെഷ്യലി. അതുപോലെ തന്നെ ഇവരിപ്പോൾ ആശാ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സർവീസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷനോ ആനുകൂല്യങ്ങളോ അങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുടെ വലിയ ഇതിലുള്ള അഭാവമുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓട്ടോണമി ആണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഔട്ട്ഡോർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിൽ ഡിഫറെൻറ്റ് വീടുകളിലൊക്കെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റീസിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് പലപ്പോഴും വലിയ രീതിയിൽ, എസ്പെഷ്യലി എക്സോഷനൊക്കെ കാരണം വലിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്, ഇവർക്കും കൂടി ഇന്ത്യയിലെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സ്കീമിൻ്റെ ഭാഗമായിട്ട്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ആശാ വർക്കേഴ്സിനെയും കൂടി ഇപ്പോൾ കോംപ്രഹെൻസീവായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ വെൽഫെയർ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആശാ ബെനിഫിറ്റ് പാക്കേജ് ഗവൺമെൻറ് റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഗവൺമെൻറ് മെഷേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് CBSE ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ ബുക്ക് എക്സാം പ്ലാൻ ഉണ്ട്. ഒരു പൈലറ്റ് ബേസിസിൽ ഇന്ത്യയിൽ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്, 12ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഒരു പൈലറ്റ് ബേസിസിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15-നകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. CBSE ഓപ്പൺ ബുക്ക് എക്സാം പ്ലാൻ, വാട്ട് ഈസ് ഇറ്റ്, വൈ നൗ ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് ഇമ്പാക്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കരിക്കുലത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ടു എ ലാർജർ എക്സ്റ്റെൻറ്റ് അതൊരു തരം മെമ്മറി ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സ്കൂളിലിരുന്നോ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചു പോയിട്ട് ഈ പറയുന്ന എക്സാമിനേഷനകത്ത് അത് നമ്മൾ ആൻസറായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അവിടെ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ മെമ്മറിയാണ്. അപ്പോൾ അതിന് പകരം ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ ഈ ബുക്കുകളോ മറ്റുള്ള റിസോഴ്സ് മെറ്റീരിയൽസോ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്താം. പക്ഷേ ആൻസർ ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരിക. പകരം ഈ ബുക്കിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളുടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും വരിക. അപ്പോൾ ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരാൾക്ക്, ഈ കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാവാത്ത ഒരാൾക്ക് ഇതിന് ആൻസർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബുക്കുകൾ റെഫർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു മെമ്മറി ടെസ്റ്റ് എക്സാമിനേഷനെക്കാട്ടിലും പലപ്പോഴും ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉള്ള ഒന്നായിട്ട് പറയുന്നത് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുതുതായിട്ട് റിഫോം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഈ എഡ്യൂക്കേഷൻ റിഫോമിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനകത്ത് ജനറലി 2 ടൈപ്പ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്നൊരു റെസ്ട്രിക്റ്റഡ് ടൈപ്പും മറ്റൊന്ന് ഫ്രീ ടൈപ്പാണ്. റെസ്ട്രിക്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ അതോറിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടാവും. അത് മാത്രമേ സ്റ്റുഡൻസിന് എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ പറ്റൂ. ഫ്രീ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മെറ്റീരിയൽസും, അതായത് ഈ പറയുന്ന റെഗുലർ ആയിട്ടുള്ള ബുക്സ് അല്ലാത്ത മറ്റുള്ള എന്ത് മെറ്റീരിയൽസും ഇവർക്ക് ഈ പറയുന്ന റെലവൻ്റ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയൽസും എക്സാം ഹോളിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇത് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസിൻ്റെ ഇന്ത്യയിലുള്ളൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ CBSE ആദ്യമായിട്ടല്ല ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി 2014 CBSE പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബേസ്ഡ് അസസ്മെൻറ്റ് OTBA എന്ന് പറഞ്ഞിട്ട്
സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മഗ്ഗിങ് അപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിങ് സ്കില്ല് കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 2017-18 അന്ന് CBSE അവസാനിപ്പിച്ചതാണ്. കാരണം ഒരു ക്രിട്ടിക്കലായിട്ടുള്ള എബിലിറ്റീസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല, ഇത് സ്റ്റുഡൻസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഗവൺമെൻറ് ഇത് വേണ്ടാന്ന് വെച്ചതാണ്. ഇനി അതുപോലെ തന്നെ 2019 AICT അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവരുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ AICT ബേസിക്കലി ഇത്തരത്തിലുള്ള ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിനകത്തും ഇത്തരത്തിൽ ഒരു എഡ്യൂക്കേഷൻ റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്റേണൽ ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസിന് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അലൗ ചെയ്യാം എന്ന് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഒന്ന്, ഇത് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന മഗപ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെയുള്ള ആങ്സൈറ്റിയും ഇഷ്യൂസും ഒക്കെ ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് പറയുന്നത്. ഉദാഹരണത്തിന് 2021 ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഭുവനേശ്വർ നടത്തിയിട്ടുള്ള സ്റ്റഡി അനുസരിച്ച് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ലെസ് സ്ട്രെസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യും. അതായത് നമ്മളൊരു കാര്യം പഠിച്ച് മഗപ്പ് ചെയ്ത് കാണാതെ പഠിച്ച് വെക്കുന്നതിന് പകരം കുറച്ചും കൂടി ആ ഒരു പഠിക്കുന്ന കാര്യത്തിൻ്റെ ഒരു അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ സഹായിക്കും. കാരണം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം ഡിഫറൻ്റ് ആണ്. നമ്മുടെ മെമ്മറി അല്ല, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റിയോ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു റിയൽ വേൾഡ് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ റെഫർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. സോ അപ്പോൾ അത് ഈ എക്സാമിനേഷൻ അത് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു റിയൽ വേൾഡ് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പെരിഫറലായിട്ട് കാണാതെ പഠിച്ചു പോകുന്നതിന് പകരം ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ കാരണമാവും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് പറയുന്നത് ഒന്ന്, റിസോഴ്സസിൻ്റെ മുകളിലുള്ള ഓവർ റിലയൻസ് ആണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു ഇത് നമ്മൾ പ്രാക്ടിക്കലി നടപ്പിലാക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ മാക്സിമം എന്താ ചെയ്യുക, എക്സാം ജയിക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്തായാലും മാർക്കറ്റിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് റിസോഴ്സസിനെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥ വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ടൈം കൺസ്ട്രെയിൻസ് മറ്റൊരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു നോർമലായിട്ടുള്ള എക്സാമിനേഷനകത്ത് നമ്മളൊരു സ്പെസിഫിക് ടൈം ലിമിറ്റിനകത്ത് ഈ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മഗപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കുറേയൊക്കെ ഈസിയാണ്. പക്ഷേ അത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരുന്ന സമയത്ത് ഈ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ടൈം കൺസ്ട്രെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി നേരത്തെ പറഞ്ഞ പോലെ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലുള്ള പ്ലേഗലിസം വരാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമ്മുടെ മെമ്മറി ബേസ്ഡ് എക്സാമിനേഷൻസിനകത്ത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഇതിനകത്ത് അതായത് ഇവർക്ക് ഓൾറെഡി ഈ കാര്യങ്ങൾ നമുക്ക് ഇവരുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഈ കാര്യങ്ങൾ ഇവരുടെ മുന്നിലുള്ള ബുക്കിലുണ്ട്. അപ്പോൾ അതൊരു അനലിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവരോട് ചോദിക്കാൻ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇനിക്വിറ്റബിൾ ആയിട്ടുള്ള ആക്സസ്, അതായത് ഈ പറയുന്ന റിസോഴ്സസിലേക്കൊക്കെ എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ ആക്സസ് കിട്ടിക്കൊള്ളുന്നില്ല. അതായത് ബെറ്റർ ഓഫ് ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടുള്ള ബെറ്റർ ഓഫ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സസിലേക്ക് ആക്സസ് കിട്ടും. സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് അത്രത്തോളം ഈ ഒരു റിസോഴ്സസിലേക്ക് ആക്സസ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് അവരുടെ പെർഫോമൻസിനെയും വലിയ ഇതിലൊരു ഡിസ്പാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും എന്ന് പറയാം. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഔദിക എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഈ ഔദിക എന്ന് പറയുന്നത് ബേസിക്കലി ഈസ്റ്റേൺ യുക്രൈനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റേൺ യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ഡൊണിയാസ്ക് റീജിയൻ ഉണ്ട് അല്ലെങ്കിൽ ഡൊണിയാസ്ക് ഒബ്ലാസ്റ്റ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു ചെറിയൊരു പട്ടണമാണ് അല്ലെങ്കിൽ ഒരു ടൗൺ ആണ് ഈ ഔദിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം റീസെൻ്റ്ലി റഷ്യൻ ഫോഴ്സസ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ പട്ടാളം ഈ ഒരു ടൗൺ ഇപ്പോൾ യുക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൗൺ ആണ്. ഇപ്പോൾ 2023 റഷ്യ ഈ യുക്രൈനിൽ നിന്ന് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പട്ടണം പിടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് റഷ്യ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട പട്ടണം യുക്രൈനിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ 24-ാം തീയതി അതായത് ഈ ഫെബ്രുവരി 24 റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള 2ാം വാർഷികമാണ്.
അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ലൊക്കേഷൻ റഷ്യക്ക് പിടിച്ചെടുക്കാൻ പറ്റിയത് ഒരു അവർക്ക് വലിയൊരു മോറൽ ബൂസ്റ്റ് ആയിട്ട് മാറും എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശം ഈ യുക്രൈൻ്റെ ഈസ്റ്റേൺ സൈഡിൽ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയിലുള്ള ഡൊണിയാസ്ക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഒബ്ലാസ്റ്റ് എന്ന് പറയും. അത്തരത്തിലൊരു ഒബ്ലാസ്റ്റ് ഉണ്ട്, അതിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ ഡൊണിയാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണിയാസ്കിൻ്റെയും അതുപോലെ തന്നെ ഡൊണിയാസ്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലുഹാൻസ്ക് എന്ന് പറയുന്ന മറ്റൊരു പ്രൊവിൻസ് ഉണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളും റഷ്യൻ ബാക്ക്ഡ് സെപ്പറേറ്റിസ്റ്റുകൾ 2014 തന്നെ പിടിച്ചെടുത്തിട്ടുള്ള അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. 2022 റഷ്യ ഇത് റഷ്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊണിയാസ്കിലും ലുഹാൻസ്കിലും ഉള്ള കംപ്ലീറ്റ് ഏരിയാസ് ഇതുവരെ റഷ്യക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഈ ഡൊണിയാസ്കിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡൊണിയാസ്ക് എന്ന് പറയുന്ന പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഡൊണിയാസ്ക് സിറ്റി ഉണ്ട്. ഈ സിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പട്ടണമാണ് ഈ ഔദിക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടണം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ ഡൊണിയാസ്ക് സിറ്റി യുക്രൈനിയൻസ് തിരിച്ചു പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ത്രെട്ട് റഷ്യക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ഔദ്യോഗികക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം ബാറ്റിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ബഹ്മൂത്ത് എന്ന് പറയുന്ന ഒരു പട്ടണം പിടിച്ചെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പട്ടണം റഷ്യ ഇപ്പോൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നിഫിക്കൻസ് അതിനുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.